കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു പ്ലസ് ജസ്മോൻ. അതെ, 1.5 മാസം കൊണ്ട് പ്രേമിച്ചു. ആരോട് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് പറഞ്ഞു? കഫറ്റീരിയയിൽ സിറ്റ് ചെയ്യണതിന് മുന്നേ കുറെ കഥകൾ ഉണ്ടാവുമല്ലോ. ആദ്യമായിട്ട് കണ്ടത്, ഇഷ്ടപ്പെട്ടത്, മെസ്സേജ് അയച്ചത്. ആദ്യമായിട്ട് ഞാൻ കയറി ചെല്ലുമ്പോ ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു തുടങ്ങുന്നതിന് മുമ്പ്. ട്രെയിനിങ് പീരീഡിൽ ഞങ്ങൾ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഷീ വാസ് സിറ്റിംഗ് ഇൻ ദ ക്ലാസ്. ഷീ വിത്ത് അനദർ ഗേൾ. ആരാണ് ഇൻസ്ട്രക്ടർ ഒന്നും അറിയില്ല. ഞാൻ പെൺകുട്ടിയെ മാത്രമേ കണ്ടുള്ളൂ. അതെ, അവളെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഓടിച്ചെന്ന് ഗുഡ് മോർണിംഗ് മാം, ലേറ്റ് ആയി പോയി, സോറി. അതറിയാതെ പറഞ്ഞാണോ അത് അറിഞ്ഞു പറഞ്ഞാണോ? ഇല്ല, അറിയാതെ പറഞ്ഞത്. സാരി എടുത്താണോ ഇരുന്നത്? അവള് ചുരിദാർ ഇട്ടിരുന്നത്, പക്ഷെ അവളെ കൂടെ ഉണ്ടായിരുന്നത് ഇത്തിരി അതുകൊണ്ട് ചെന്നിട്ട് പറഞ്ഞു ഗുഡ് മോർണിംഗ് മാം, ലേറ്റ് ആയി പോയി, സോറി. ഇത്തിരി ഓടിക്കാന്ന് ഓർത്ത് ഞാൻ രണ്ടുപേരും കൂടി ചേർത്ത് പറഞ്ഞു, അത്രേ ഉള്ളൂ. പലതരത്തിൽ പ്രണയം തുടങ്ങിയത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ മാം ഗുഡ് മോർണിംഗ് സോറി പറഞ്ഞ ആദ്യമായിട്ടാണ്. സോ പ്രണയ കഥയുടെ ബാക്കി കേൾക്കണം. പക്ഷേ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് ലവ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് FM ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ജസ്മോൻ. ഗുഡ് മോർണിംഗ് മാം, സോറി ലേറ്റ് ആയി പോയി. എന്നിട്ട് എന്തായി? They were laughing loud and they said ഇൻസ്ട്രക്ടർ വന്നിട്ടില്ല, യു ക്യാൻ ടേക്ക് യുവർ സീറ്റ് കുട്ടി എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ആരായിരുന്നു? അത് പാലക്കാട്ടുകാരി. അവളല്ല പറഞ്ഞു. മൈ ലവ് ഈസ് ഫ്രം കണ്ണൂർ. മൈ ലവിന്റെ പേര് പറയുന്നില്ലല്ലോ. അപ്പു. അത് പറയാം, അത് പിന്നെ ആരും അറിയത്തില്ലല്ലോ. ഓക്കെ, അപ്പൊ അന്ന് നമ്മൾ ക്ലാസ്സിൽ ഇൻസ്ട്രക്ടറെ ശ്രദ്ധിച്ചോ? ഇവളെ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷീ കെയിം ടു മീ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടു മീ. സീറ്റില്ലാഞ്ഞിട്ടാണ്, വേറെ ഒന്നുമല്ല. ഓ, ഞാൻ തെറ്റിദ്ധരിച്ചു. എന്നിട്ട് നമ്മളപ്പോ എന്ത് ചെയ്തു? ഇവളോട് സംസാരിച്ചോ ഇൻസ്ട്രക്ടറെ നോക്കിയോ? ഇൻസ്ട്രക്ടറെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഓൾ ഇൻ ജോളി മൂഡ്. അതെ, ട്രെയിനിങ് ആണ്. അപ്പൊ പയ്യെ സംസാരിച്ചു തുടങ്ങി. എവിടെ വീടിന്ന് ചോദിച്ചു, കണ്ണൂർ തളിപ്പറമ്പ്. അങ്ങനെ പറഞ്ഞു പയ്യെ ഫ്രണ്ട്ലി ആയി. പിന്നെ എല്ലാവരും ഞങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം ഈ മാതിരി കത്തി വെച്ചാ പിന്നെ ആരായാലും ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ നമ്മൾ ആളുകളെ കൊണ്ട് ശ്രദ്ധിപ്പിച്ചു. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഒരു കാര്യം ഞാൻ പറയാം. കൂട്ടുകാരാണ് ഇപ്പോഴും ഒരു പ്രണയം പൊളിക്കുന്നത്, കണ്ടുപിടിക്കുന്നത് അവർ തന്നെയാ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്, അവരുടെ കഥ ചോദിക്കാം. ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ്സ് എൻജോയ് ദ നെക്സ്റ്റ് കപ്പിൾ ഓഫ് സോങ്സ്. ക്ലബ് FM-ലെ ദ ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ജസ്മോൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ചില സമയത്ത് കൂട്ടുകാർ ഭയങ്കര പായായിരിക്കും അല്ലേ ജസ്മോൻ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എന്റെ കൂടെ ജസ്മോൻ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, കൂട്ടുകാർ എന്ത് കണ്ടുപിടിച്ചു? കൂട്ടുകാർ കണ്ടുപിടിച്ചല്ല, ഇവര് പാരയായിരുന്നില്ല ഒരിക്കലും. നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഓക്കെ, ഞാൻ എന്റെ ഇഷ്ടം, എനിക്ക് തേർഡ് ഡേ മുതലേ അവളോട് ക്രഷ് തുടങ്ങി. തേർഡ് ഡേ മുതലോ? ഓ, കള്ളനാണല്ലേ? ഇല്ല, എനിക്ക് അവളെ ഇഷ്ടമായി ഭയങ്കരമായിട്ട്. ട്രെയിനിങ് എത്ര ദിവസം ഉണ്ടായിരുന്നു? ടോക്കറ്റീവ് ആയിരുന്നു. രണ്ടും കൂടെ ചേർന്നുള്ള കോമ്പിനേഷൻ കുറവാണ്. ഓക്കെ, നല്ല ടോക്കറ്റീവ്. അതൊന്ന് കാര്യം അറിയാം. അതെന്താ അങ്ങനെ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിലാണ് ഞാൻ അതിങ്ങനെയാണ് മോളെ മോളു മൂക്കും കുത്തി വീടും. ശരി. എന്നിട്ട് അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് അവിടെ വെച്ച് പരിചയപ്പെട്ടവരോട് പറഞ്ഞു എനിക്ക് അവളെ ഇഷ്ടമാണ്. ആരും നോക്കി ബുദ്ധിമുട്ടുണ്ട, ഞാൻ അവളെ പ്രണയിക്കുവാണ്. അല്ല, അത് നേരത്തെ വാണിംഗ് കൊടുത്തു. കാരണം ഇത്രയും നല്ല പെങ്കൊച്ചാകുമ്പോ പലരും വീഴ്ത്തുമല്ലോ, കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ. അതപ്പോ നമ്മള് പറഞ്ഞു. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് മിക്കവരും കൊച്ചിക്കാരാണ്. അവര് പറഞ്ഞു നീ നോക്കിക്കോടാ, നീ എന്ത് നോക്കാനാ, നമ്മള് ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയില്ല. അവര് ഓരോരുത്തരായിട്ട് പയ്യെ കയറി ഗോൾ അടിച്ച് എനിക്ക് വേണ്ടി, ജസ്പോന് വേണ്ടി അവര് ഗോൾ അടിച്ചു തുടങ്ങി. അപ്പൊ നല്ല ഫ്രണ്ട്സാ. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ്. എങ്ങനെ തുടങ്ങണം, എവിടെ വെച്ച് തീർക്കണം ഒന്നും അറിയില്ല. ടെൻഷൻ ഇല്ലായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു, നല്ല ടെൻഷൻ. തുറന്നു പറയാൻ ടെൻഷൻ അല്ലായിരുന്നോ? നല്ല ടെൻഷൻ. അവരെ വേണ്ടാന്ന് പറഞ്ഞ എന്ത് ചെയ്യും? പേടി വന്നു. ഈ പേടി വരുമ്പോഴാണ് പലരും പ്രണയം തുറന്നു പറയാൻ മടിക്കുന്നത്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ പക്ഷെ ഇവിടെ ജസ്മോൻ മടിച്ചില്ല കേട്ടോ, തുറന്നു തന്നെ പറഞ്ഞു. ആ കഥ കേൾക്കാം ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ് വിത്ത് റീനു. മനോഹരമായ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എന്റെ കൂടെ ജസ്മോൻ. നോ പറയുമെന്നുള്ള പേടി. അപ്പൊ എന്ത് തീരുമാനിച്ചു? ഞാൻ അവിടെ വെച്ച് കിട്ടിയ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് മിസ്റ്റർ ജോംസ് ആൻഡ് പ്രവീൺ, ഇവർ രണ്ടുകൂടെ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം, എനിക്കറിയില്ല അവളുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും. അവള് ബെസ്റ്റ് ഫ്രണ്ടായി അപ്പോഴത്തേക്കും എന്റെ നന്നായിട്ട്. അതും ഒരു പ്രശ്നമാണേ, ഈ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ തുറന്നു പറയുമ്പോ അവള് ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്ത എല്ലാം കഴിഞ്ഞു തീർന്നു. എന്നിട്ട് ഞാൻ എന്റെ
ബെസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞു ഇങ്ങനെ കാര്യം എനിക്കിഷ്ടം. അപ്പൊ അവൻ എന്നോട് ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, നീ പക്കാ സീരിയസ് ആണോ? നീ ഇത് ഫ്ലേർട്ടിംഗ് മൈൻഡ് ആണെങ്കിൽ ഐ വിൽ ഹിറ്റ് യു. എവിടെ പോയാലും ഐ വിൽ ഹിറ്റ് യു, ഞാൻ കൊല്ലും, ഐ വിൽ കം ആൻഡ് ഹിറ്റ് യു, ഐ ആം സീരിയസ്. അവനോട് എന്ന് ചോദിച്ചു, എടി ജസ്മിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? അവളപ്പോ അവനോട് പറഞ്ഞു ഈസ് ഗുഡ്. എന്നെ തന്നെ പൊക്കി പറയാൻ പാടില്ലല്ലോ, കുറെ കാര്യങ്ങൾ പറഞ്ഞു. ലവിങ് ആണ്, ഹീസ് ഓൾസോ ഇന്നസെന്റ്. അതെവിടെന്നാ കുട്ടിക്ക് തോന്നിയ? അറിയില്ല, എന്റെ അത്രയ്ക്ക് കളറാണോ? അറിയില്ല, ഒന്ന് നോക്കിയ കണ്ടേ ഇതിന്റെ എവിടെ ഇന്നസെൻസ് ഇരിക്കണേ. ആ ശരി, തോന്നി, ഓരോ തോന്നലാണല്ലോ ജീവിതം. അല്ല, അങ്ങനത്തെ തോന്നലുകളാണല്ലോ ജീവിതം രക്ഷിക്കട്ടെ. എന്നിട്ട് ഞാനപ്പോ ജോംസിനോട് പറഞ്ഞു കാര്യം. അവളെ ചെന്ന് ചോദിച്ചു, അങ്ങനെ അതെന്നിട്ട് അവൻ പറഞ്ഞു അവന് നിന്നെ ഇഷ്ടമാണ്. അവന് നിന്നെ ഇഷ്ടമാണെന്ന് തുറന്നു പറയുന്ന ഒരു ഫ്രണ്ട്. യെസ്, അതിന്റെ ബാക്കി അറിയണ്ടേ? എന്നിട്ട് ഈ പ്രേത സിനിമയുടെ ഒക്കെ ട്രെയിലർ പറയണമല്ലേ? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് ഈ പ്രണയ കഥയുടെ അവസാനം നമ്മൾ എത്തും. പക്ഷെ ഈ പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ജസ്മോൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.